നമസ്കാരം. ചാലിയാറിൻ്റെ കരയിൽ പ്രതാപത്തിൻ്റെ പച്ചപ്പ് കാത്തുവീക്ഷിച്ചുകൊണ്ട് നീണ്ട 57 വർഷക്കാലമായി ജൈത്രയാത്ര നടത്തുകയാണ് ചീക്കോട് ഗ്രാമപഞ്ചായത്ത്. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ വികസന നേട്ടങ്ങളുടെ പുരോഗതിയുടെ കയ്യൊപ്പുകൾ മായാതെ സൂക്ഷിച്ചുകൊണ്ട് ഹരിതാഭമായ മണ്ണും മനസ്സുമുള്ള ഒരു ഗ്രാമം, സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും നന്മകളുടെയും നിറപൂന്തോപ്പായുള്ള ഒരു ഗ്രാമം. സമൂഹത്തിൻ്റെ നാനാ മേഖലകളിലുള്ളവർക്ക് വികസനത്തിൻ്റെ, സംതൃപ്തിയുടെ, സന്തോഷങ്ങളുടെ, നേട്ടങ്ങളുടെ വർഷങ്ങളായിരുന്നു കഴിഞ്ഞുപോയ കാലങ്ങളെല്ലാം. ഈ പഞ്ചായത്തിൻ്റെ വികസന ചരിത്രത്തിൽ മാറ്റി നിർത്താനാവാത്ത പേര്. നീണ്ട 27 വർഷക്കാലം പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായും വൈസ് പ്രസിഡൻ്റായും സേവനമനുഷ്ഠിച്ച അത്യപൂർവ വ്യക്തിത്വം, രാഷ്ട്രപതിയിൽ നിന്ന് സേവനത്തിന്, ദീർഘകാലത്തെ പൊതുപ്രവർത്തനത്തിന് അംഗീകാരം നേടിയ മുസ്ലിം ലീഗിൻ്റെ നേതാവ്, പഞ്ചായത്തിൻ്റെ ദീർഘനാളത്തെ ഭരണാധികാരി കെ ബീരാൻ ഹാജി പഴയകാല വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കുകയാണ്. സ്നേഹപൂർവ്വം സ്വാഗതം. നിങ്ങളുടെ പഴയ ഓർമ്മകൾ, പഞ്ചായത്തിൻ്റെ തുടക്കത്തിലുള്ള ഓർമ്മ. 57 കൊല്ലമായിട്ട് നമ്മളെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, UDF ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഓർമ്മകൾ എങ്ങനെയാണ്, തുടക്കം മുതലുള്ള ഓർമ്മകളൊന്ന് പങ്കുവച്ചാൽ. ചീക്കോട് പഞ്ചായത്തിൻ്റെ പ്രവർത്തനം 1962 മുതലാണ് പഞ്ചായത്ത് ഭരണം ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളത്. അന്ന് നെല്ലാര് കൊലത്തിക്കൽ മമ്മൂട്ടിയാജി ആയിരുന്നു പ്രസിഡന്റ്. PK മുഹമ്മദ് ആൾ വൈസ് പ്രസിഡന്റുമായിട്ടാണ് ഭരണം തുടർന്നത്. അങ്ങനെ 10-15 കൊല്ലം ഭരണം തുടർന്നതിന് ശേഷം 74 കാലഘട്ടത്തിൽ മമ്മൂട്ടിയാജി മരണപ്പെടുകയുണ്ടായി. ശേഷം PK മുഹമ്മദ് പ്രസിഡന്റായിട്ടാണ് 79 വരെ തുടർന്ന് ഭരണം നടന്നത്. നീണ്ട 16 കൊല്ലത്തെ ഭരണം അവർ നടത്തിയതാണ്. ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 79-ലാണ് ഞാനൊക്കെ മത്സരിക്കുന്നത്. അന്ന് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ, അതായത് ഒമാൻ്റെ ഒരു മുഹമ്മദ് കുട്ടിയാക്ക, PK മുഹമ്മദാക്ക, വെള്ളയിലുള്ള മൂസ, KB അബ്ദുള്ളക്കുട്ടി, ഇങ്ങനെയുള്ള ഏകദേശം ആൾക്കാരൊക്കെ മരിച്ചുപോയി. അവരൊക്കെ നല്ല ഒരു പ്രവർത്തനമായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. തുടർന്ന് അങ്ങനെ 5-6 വർഷം ഭരണം കഴിഞ്ഞ ശേഷം 87-ലാണ് തെരഞ്ഞെടുപ്പെടുന്നത്. അന്നും നല്ല പ്രഗത്ഭന്മാരായ പ്രവർത്തനങ്ങൾ, അതായത് എന്നെ പറയുമ്പോൾ മുതലമ്പത്തുള്ള ഒരു ഹുസൈൻകുട്ടി, നല്ല പ്രവർത്തനം, ആത്മാർത്ഥമായ പ്രവർത്തനമായിരുന്നു. അങ്ങനെയുള്ള കുറേ ആൾക്കാരുള്ള പഞ്ചായത്തിലെ മെമ്പർമാർ, അതായത് വെള്ളയിൽ പറപ്പൂരുള്ള PK മുഹമ്മദ് കുട്ടി എന്ന ബിച്ചി, അങ്ങനെ കുറേ ഏറെ ആൾക്കാർ പ്രവർത്തനം, നല്ല രീതിയിൽ പ്രവർത്തനമായിട്ട് അന്ന് തുടർന്ന് കാലഘട്ടം വന്നിരുന്നു. ശേഷം പിന്നെ തെരഞ്ഞെടുപ്പ് നടന്നത് 1995-ലാണ്. 1990 പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വരുന്ന ആ കാലഘട്ടത്തിലാണ്. അന്ന് നല്ല രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു അന്ന് പഞ്ചായത്തിലെല്ലാം ഉണ്ടായിരുന്നത്. നല്ല ആത്മാർത്ഥമായി പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടായിരുന്നത്. അതേമാതിരി പിന്നെ അതിൻ്റെ ശേഷം തെരഞ്ഞെടുപ്പ് വരുന്നത് 2000-ലാണ്. 2000-ൽ തെരഞ്ഞെടുപ്പ് ഈ വനിതാ പ്രസിഡന്റായിരുന്നു വേണ്ടത്. ഇവിടെയുള്ള സഫിയ എന്നാളാണ് പ്രസിഡന്റായിട്ട് തുടർന്ന് വന്നത്. അന്ന് ഞാൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അന്ന് തുടർന്ന് അങ്ങനെ പോയിട്ട് അന്നൊക്കെ നല്ല നല്ല പ്രഗത്ഭന്മാരായ ആൾക്കാരായിരുന്നു പഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്. 2005 വരെ നല്ല തുടർന്ന് പ്രകടനം നടത്താൻ കഴിഞ്ഞിട്ട്. അതിന് 2005-ന് ശേഷമാണ് പഞ്ചായത്ത് വിഭജനം ഉണ്ടായത്. ചീക്കോട്, മുതുവല്ലൂർ 2 പഞ്ചായത്തുകളായി വിഭജിച്ച് 2 പഞ്ചായത്തും ഒക്കെ രൂപീകരിച്ച് അതിനുള്ള നേതൃത്വം നൽകിയത് ഞാനും പൊത്തുട്ടിയോറുള്ള സഗീർ, KP മുഹമ്മദാജി, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിരുന്നു. നല്ല ആത്മാർത്ഥമായ പ്രവർത്തനം. അതൊക്കെ അന്നും ഇന്ന് ലീഗിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനമാണ്. പിന്നെ 2005-ന് ശേഷം 2010 വരെയും ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിലൊക്കെ നല്ല ആത്മാർത്ഥമുള്ള പ്രവർത്തനം, പഞ്ചായത്ത് ഉപയോഗിച്ചതിന് ശേഷം ചീക്കോട് പഞ്ചായത്ത് എന്ന നിലയ്ക്ക് നല്ല പ്രവർത്തനമായിരുന്നു എല്ലാവരും കാഴ്ചവെച്ചത്. ധാരാളം വികസനങ്ങൾ ആ കാലഘട്ടത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റി. പ്രത്യേകിച്ച് റോഡുകൾ, അതുപോലെ സ്കൂളുകളൊക്കെ, ആ ഒരു ഓർമ്മകൾ. ധാരാളം വികസനത്തിലുള്ള റോഡ് കുറേ ഏറെ. നമ്മൾ ഈ പഞ്ചായത്ത് തന്നെ തുടക്കമാണല്ലോ. ഈ 1960, 60, 70 കാലഘട്ടത്തിലൊക്കെ ഈ വികസനത്തിൻ്റെ തുടക്കം. അതിൻ്റെ മുന്നേ ഒന്നുമില്ലല്ലോ നാട്ടിൽ. ആ വികസനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചീക്കോട് പഞ്ചായത്തിലും മുതുവല്ലൂർ പഞ്ചായത്തായിട്ട് ഒരു 250 റോഡുകൾക്കൊക്കെ തുടക്കം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം നല്ല. അന്ന് റോഡ് പറഞ്ഞാൽ ഇന്നില്ല, അന്ന് റോഡൊന്നും ഇല്ല. റോഡില്ലാത്ത ഘട്ടത്തിൽ റോഡുകൾ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അന്ന് വലിയ പ്രശ്നമാണ്. വികസനപരമായിട്ട് വളരെ പ്രശ്നങ്ങളുണ്ടായ ഒരു കാലഘട്ടമാണ്. ആൾക്കാർക്കെല്ലാം റോഡും തോടും സ്കൂളും മറ്റും കിട്ടാൻ ധൃതി പിടിച്ച് ഓടുന്ന ഒരു കാലഘട്ടം അതാണ്.
അന്നത്തെ പ്രവർത്തനം കൊണ്ട് ഉള്ള ഫണ്ട് ഉപയോഗിച്ച് എല്ലാ പ്രദേശങ്ങളും റോഡ് എത്തിക്കാൻ തുടക്കം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടുകൂടി പിന്നെ നല്ല റോഡുകളൊക്കെ പിന്നെ എടവണ്ണപ്പാറ കുണ്ടുവട്ടി, അതേമാതിരി എടവണ്ണപ്പാറ കീശ്ശേരി കുണ്ടുവട്ടി, ഇങ്ങനത്തെ അരീക്കോട് വാഴക്കാട് ഇങ്ങനെയുള്ള റോഡുകളൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നല്ല ഭരണകാലത്താണ് പൂങ്കൊടി തോടിന് പാലം കെട്ടിയതും അതുപോലെ അതേമാതിരി ധാരാളം പ്രവർത്തനങ്ങൾ നടന്നത് ആ കാലഘട്ടങ്ങളിലൊക്കെയാണ്. വിദ്യാഭ്യാസ രംഗത്ത് കുറേയേറെ പ്രവർത്തനങ്ങൾ നടത്താൻ പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2 ഹൈസ്കൂളുകൾ ചീക്കോട് പഞ്ചായത്തിൽ 2 ഹൈസ്കൂൾ അന്ന് നിലവിലുണ്ട്. തുടർന്ന് പഞ്ചായത്ത് വിഭജിച്ചതിന് ശേഷം 2005 മുതുവല്ലൂർ 2 ഹൈസ്കൂൾ വന്ന്. അതൊക്കെ ശരിക്കും അന്നത്തെ ചീക്കോട് പഞ്ചായത്തിൽ 4 ഹൈസ്കൂളാണ് നിലവിൽ വന്നത്. അതേമാതിരി UP സ്കൂൾ 7-8 UP സ്കൂൾ ഈ ചീക്കോട് പഞ്ചായത്തിലും അതുപോലെ തന്നെ മുതലൂർ പഞ്ചായത്തിലുണ്ട്. LP സ്കൂളുകളാണ് ധാരാളം LP സ്കൂൾ. ചീക്കോട് പഞ്ചായത്ത് തന്നെ 10-12 LP സ്കൂളുകളും തുടർന്ന് അതേമാതിരി പ്രവർത്തനം. അതേമാതിരി തന്നെ മുതലൂർ പഞ്ചായത്തിലും കുറേയേറെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യരംഗം എന്ന് പറഞ്ഞാൽ പൊന്നാട് ആശുപത്രി നല്ല ഒരു വികസന കാഴ്ചപ്പാടാണ്. അന്നത്തെ അവിടെ മെമ്പറായിരുന്ന ഏനുട്ടിയാജി നല്ല വ്യക്തിത്വമുള്ള മനുഷ്യനായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ ശ്രമപരമായ അദ്ദേഹം സ്ഥലം അത് പിന്നെ ആശുപത്രിക്ക് വേണ്ടി സൗജന്യമായി കൊടുത്ത് അതിൻ്റെ പ്രവർത്തനമായി ഇപ്പോൾ PSC ആയി ഉയർന്ന് നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്നുണ്ട്. അതിൻ്റെ അദ്ദേഹം ആ സ്ഥലം കൊടുത്തുകൊണ്ടാണ് ആശുപത്രി ഉണ്ടായത്. എന്നും ഓർക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനമായിട്ട് അത് കാണുകയാണ്. അല്ല, ഹോമിയോ ഹോസ്പിറ്റലും അതുപോലെ ആയുർവേദമൊക്കെ. ഹോമിയോ ഹോസ്പിറ്റൽ തന്നെ ഇവിടെ ഹോമിയോ ഹോസ്പിറ്റൽ ഹോമിയോ ഹോസ്പിറ്റലാക്കിയിട്ടുണ്ട്. അതേമാതിരി മുതലൂർ പഞ്ചായത്തിൽ ഹോമിയോ ഹോസ്പിറ്റൽ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നല്ല പ്രവർത്തനത്തിൻ്റെ ഭാഗമായൊക്കെ കിട്ടിയത്. അന്നിന്ന് പറഞ്ഞാൽ നാട്ടിൽ അത് കിട്ടണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്ന ചിന്താഗതി മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. എല്ലാ പ്രവർത്തകന്മാർക്കും ഉണ്ടായിരുന്നത് അതാണ്. ഏതായാലും സന്തോഷം. നമ്മുടെ പഞ്ചായത്തിൻ്റെ പശ്ചാത്തല രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്തൊക്കെ വലിയ ഇടപെടൽ നടത്തി വലിയ പുരോഗതി ഉണ്ടാക്കിയ ഒരു നേതാവാണ് കെ ബീരാൻ ഹാജി. അദ്ദേഹത്തിൻ്റെ കാലത്തുള്ള നേരത്തെ പറഞ്ഞ മഹാരഥന്മാരായ ആളുകളുടെയൊക്കെ നിസ്തുലമായ പ്രവർത്തനം കൊണ്ടാണ് ഇത്തരമൊരു നേട്ടം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. നീണ്ട 57 വർഷക്കാലമായി നമ്മുടെ പഞ്ചായത്ത് ഇന്നും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും ഭാഗമായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നേട്ടത്തിന് അടിത്തറ പാകിയ നേതാക്കന്മാരെല്ലാവരെയും ഓർത്തുകൊണ്ട് അവരുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ പുരോഗതിയുടെ നായകൻ പ്രിയപ്പെട്ട ചീക്കോട് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ KP സയ്യിദിനൊപ്പമാണ് നമ്മളിപ്പോൾ ചേരുന്നത്. സ്നേഹപൂർവ്വം നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സന്തോഷം. ചീക്കോട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ചീക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റാവുന്നത്. ഇന്ന് ജനകീയനായ പ്രസിഡന്റ് എന്ന ഒരു മേൽവിലാസമാണ് നമ്മുടെ പഞ്ചായത്തിലാകെ ആളുകൾക്കിടയിൽ നിങ്ങൾക്കുള്ളത്. എങ്ങനെയാണ് ഇതിനൊക്കെ നോക്കിക്കാണുന്നത്? ചീക്കോട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ് വെട്ടുപാറ 2-ാം വാർഡിൽ നിന്നും ഞാൻ ജനവിധി തേടുന്നത്. ഒരു മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് എന്ന നിലക്ക് പാർട്ടി എനിക്ക് നൽകിയ ഏറ്റവും വലിയ അംഗീകാരമാണ് പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റ്. തീർച്ചയായും സത്യസന്ധമായും നീതിപൂർവം എല്ലാ ജനങ്ങളെയും കൂട്ടിപ്പിടിച്ച് ഭരണം നടത്തുന്നതിനും എല്ലാവരുടെ അഭിപ്രായങ്ങൾ മാനിക്കുന്നതിനും ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ജനകീയ പ്രസിഡന്റ് എന്ന് ജനങ്ങൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഉത്തരവാദിത്തമാണ് നിർവഹിച്ചു പോരുന്നത്. എങ്ങനെയാണ് ഈ ഒരു പൊതുപ്രവർത്തനത്തിലേക്കുള്ള തുടക്കം, ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയായുള്ള തുടക്കം എങ്ങനെയാണ്? ജനപ്രതിനിധിയായുള്ള തുടക്കം 2005 പള്ളിപ്പടി വാർഡിൽ നിന്നാണ് ഞാൻ ആദ്യമായി ജനവിധി തേടുന്നത്. ആ സമയത്ത് വാർഡ് യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ് ഞാൻ അവിടെ നിന്ന് ജനവിധി തേടി പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാകുന്നത്. ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെ KKM ഹൈസ്കൂളിൽ 9-ാം ക്ലാസ് പഠിക്കുന്ന 1991 MSFൻ്റെ സ്കൂൾ യൂണിറ്റ് പ്രസിഡൻ്റായി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് ഞാൻ രംഗത്ത് വന്നത്. പിന്നീട് MSFൻ്റെ ഭാരവാഹിയായും യൂത്ത് ലീഗിൻ്റെ വാർഡ് പഞ്ചായത്ത് പ്രസിഡൻ്റായും മുസ്ലിം ലീഗിൻ്റെ 1-ാം വാർഡ് സെക്രട്ടറിയുമായും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. 2005 ഞാൻ ആദ്യമായി ജനവിധി തേടുന്നത്.
പള്ളിപ്പടിയിലെ എല്ലാ ജനങ്ങളുടെയും മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ്, MSFൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം 2005 മർഹൂം KC തങ്ങളുടെയൊക്കെ ഉപദേശ നിർദ്ദേശങ്ങൾ വാങ്ങിക്കൊണ്ട് പള്ളിപ്പടിയിൽ നിന്നാണ് ആദ്യമായി പഞ്ചായത്ത് ബോർഡിലെത്തുന്നത്. ആ സമയത്ത് K ബീരാനാജി പ്രസിഡൻറ്റും കോഴിക്കോടൻ മുഹമ്മദ് കുട്ടിയാജി വൈസ് പ്രസിഡൻറ്റുമായിരിക്കുന്ന ആ വലിയ ഒരു ബോർഡിലാണ് ഏറ്റവും ചെറിയ പ്രായത്തിൽ ഞാൻ പഞ്ചായത്തിൽ എത്തുന്നത്. 2010-15 കാലഘട്ടത്തിൽ പഞ്ചായത്ത് യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്ന സമയത്താണ് വീണ്ടും വെട്ടുപാറയിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നത്. പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് പഞ്ചായത്ത് ബോർഡ് പ്രസിഡൻ്റാവുകയും പാർട്ടി തന്നെ അതിന് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ ജീവകാരുണ്യ പ്രവർത്തനം, കോഴിക്കോട് CS സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങളിലും ഒക്കെ ഞാൻ എൻ്റെതായ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് മത്സരിക്കാനുള്ള ഒരു ആയുധമായിട്ടല്ല ഞാൻ കാണുന്നത്. അത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് പൊതുപ്രവർത്തനത്തെ ഞാൻ കണ്ടുവരുന്നത്. അതിനിടയിൽ 2 തവണ മത്സരിക്കാനുള്ള ചാൻസ് കിട്ടുകയും 2 തവണ മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട്. വികസന കാര്യങ്ങളിൽ ഏറെ മുന്നിലാണ് നമ്മുടെ പഞ്ചായത്ത്. നമുക്കറിയാം, എല്ലാ മേഖലയിലും അതിൻ്റെതായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ശുചിത്വ പദവി അടക്കം സംസ്ഥാന സർക്കാരിൻ്റെ ആ പദവി അടക്കം നമുക്ക് നേടാൻ പറ്റി. എങ്ങനെയാണ് ഇത്തരം ഒരു വലിയ നേട്ടങ്ങളിലേക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തു വെച്ചത്? ചീക്കോട് ഗ്രാമപഞ്ചായത്ത് 2015 നവംബർ 12-നാണ് ഭരണസമിതി അധികാരത്തിൽ വന്നത്. പ്രസിഡൻ്റായി ചുമതലയേൽക്കുന്നത് നവംബർ 17-ന്. ഏറ്റവും വലിയൊരു പ്രത്യേകത, എൻ്റെ മെമ്പർമാരും ഭരണസമിതി അംഗങ്ങളൊക്കെ പൂർണ്ണ സഹകരണത്തോടു കൂടിയാണ് ഇതുവരെ പ്രവർത്തിച്ചത്. തീർച്ചയായും ഈ കാലാവധിക്കുള്ളിൽ ജാതിഭേദ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരോടും അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് എല്ലാ മേഖലകളിലും വികസനം എത്തിക്കുന്ന രൂപത്തിലുള്ള പദ്ധതികളാണ് നടപ്പിലാക്കിയത്. ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉയർത്തിപ്പിടിച്ചത് ശിശു സൗഹൃദ ഗ്രാമപഞ്ചായത്ത് എന്ന രാഷ്ട്രീയമായിരുന്നു. 2015 അധികാരത്തിൽ വന്ന ബോർഡ് 16-17 സാമ്പത്തിക വർഷത്തെ പദ്ധതി നിർവഹണ സമയത്ത് നമ്മുടെ പഞ്ചായത്തിൽ സ്ഥലം കിട്ടുന്ന മുഴുവൻ അംഗനവാടികൾക്കും കെട്ടിടം പണിയുന്നതിനും ജീർണിച്ച അവസ്ഥയിലുള്ള എല്ലാ കെട്ടിടങ്ങൾ പുതുക്കി ടെറസിൻ്റെ കെട്ടിടങ്ങളാക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതികളാണ് നടപ്പിലാക്കിയത്. ഈ കാലാവധിക്കുള്ളിൽ 14 അംഗനവാടിയിൽ നിന്നും 11 അംഗനവാടിയുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. 3 അംഗനവാടികളുടെ നിർമ്മാണ പ്രവൃത്തി ഏകദേശം പൂർത്തീകരണത്തിൻ്റെ വക്കിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഒന്നാമതായി പ്രാധാന്യം കൊടുത്തത് നമ്മുടെ വിദ്യാർത്ഥികളുടെ LKG-യും UKG ഒക്കെ പോകുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടികളെ പഠനശാലയിലേക്ക് പറഞ്ഞയക്കണമെന്ന് ഒരു ഉദ്ദേശത്തോടു കൂടി ശിശു സൗഹൃദമാക്കുന്നതിൻ്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവൃത്തിക്കാണ് ഊന്നൽ നൽകിയത്. അംഗനവാടി കെട്ടിട നിർമ്മാണത്തിന് 1,45,90,000 രൂപയാണ് പഞ്ചായത്ത് ചെലവാക്കിയത്. വിവിധ അംഗനവാടികളുടെ ചുറ്റുമതിൽ, ടൈല്, കുടിവെള്ളം എത്തിക്കൽ, ഗ്രില്ല്, മെയിൻ്റനൻസ് എന്നിവ അടക്കം 24,60,000 രൂപ ചെലവഴിച്ചു. കൂടാതെ അംഗനവാടി പോഷകാഹാരം, വർക്കർ ഹെൽപ്പർ, അധിക ഓണററിയം, ഫർണിച്ചർ, ബേബി ചെയർ, മിക്സി, ഗ്യാസ് കണക്ഷൻ എന്നിവക്കായി 3,51,82,000 രൂപ ചെലവഴിച്ചു. ഇതടക്കം അംഗനവാടി മേഖലകളിൽ 5,22,32,000 രൂപയാണ് ഈ മേഖലയിലേക്ക് ഗ്രാമപഞ്ചായത്ത് നീക്കിവെച്ചത്. പശ്ചാത്തല മേഖലയിൽ 10,60,80,000 രൂപയാണ് ചെലവഴിച്ചത്. 2021 സാമ്പത്തിക വർഷത്തിൽ കോൺക്രീറ്റ് വർക്കടക്കം 90% പ്രവൃത്തികളും പൂർത്തീകരിച്ച ഒരു സന്തോഷത്തിലാണ് ഈ ബോർഡുള്ളത്. അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിനും സ്ട്രീറ്റ് മെയിൻ സ്ഥാപിക്കുന്നതിനും ഇടവണ്ണപ്പാറ പള്ളിപ്പുറായി വരെ സ്ട്രീറ്റ് മെയിൻ സ്ഥാപിക്കുന്നതിനും അടക്കം
13,50,000 രൂപയാണ് ചെലവഴിച്ചത്. പശ്ചാത്തല മേഖലയിൽ മൊത്തത്തിൽ 10,74,00,000 രൂപ ചെലവഴിക്കാനും സാധിച്ചു. കാർഷിക മേഖലയിൽ കർഷകർക്ക് പുത്തൻ ഉണർവുണ്ടാകുന്ന രൂപത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിച്ചു. വിഷരഹിത ചീക്കോട് എല്ലാ മേഖലകളിലും എല്ലാ വീടുകളിലും വിഷമില്ലാത്ത പച്ചക്കറി വിത്തുകൾ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ നടപ്പിലാക്കുവാനും ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരഗ്രാമം പദ്ധതി, സംസ്ഥാന സർക്കാരിൻ്റെ കേരഗ്രാമം പദ്ധതിയിലേക്ക് പഞ്ചായത്തിൻ്റെ വീതം നൽകുന്നതിനും ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിൽ പുത്തനുണർവ് നൽകുന്ന പദ്ധതികളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയത്. നെൽകൃഷി, വാഴകൃഷി, വെറ്റില കൃഷി, മട്ടുപാവിൻ പച്ചക്കൃഷി, കിഴങ്ങ് വർഗ്ഗങ്ങളുടെ വിത്ത് വിതരണം, ഇടവിള കൃഷി, തരിശുഭൂമി കൃഷിയോഗ്യമാക്കൽ, വിഷരഹിത ചീക്കോട്, അടുക്കളത്തോട്ടം, കേടുവന്ന തെങ്ങ് മാറ്റി പുതിയ നടൽ, കേരഗ്രാമം പദ്ധതി എന്നിവയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയത്. ഈ കാലാവധിക്കുള്ളിൽ 1,37,00,000 രൂപയാണ് ഗ്രാമപഞ്ചായത്ത് കൃഷി മേഖലയിലേക്ക് ചെലവഴിച്ചത്. ചീക്കോട് പഞ്ചായത്തിൻ്റെ കേര കർഷകർക്ക് പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ സഹായത്തോടുകൂടി കേരഗ്രാമം പദ്ധതി നടപ്പിലാക്കാനും സാധിച്ചു. 2019-20 സാമ്പത്തിക വർഷത്തിൽ പഞ്ചായത്ത് വീതമായ 18,75,000 രൂപയും കൃഷി വകുപ്പിൻ്റെ 33,41,868 രൂപയും വീതമടക്കം 52,16,868 രൂപയാണ് 2019-20 കാലാവധിക്കുള്ളിൽ കേരഗ്രാമം പദ്ധതിയിലേക്ക് നീക്കിവെച്ചത്. 2020-21 സാമ്പത്തിക വർഷത്തിൽ പഞ്ചായത്ത് വീതം 16 ലക്ഷം രൂപയും കൃഷി വകുപ്പിൻ്റെ 19,73,727 രൂപ ചേർന്ന് 35,73,727 രൂപയാണ് ഈ വർഷം ചെലവഴിച്ചത്. പദ്ധതി പ്രകാരം തെങ്ങിന് വളം, തടം തുറക്കൽ സഹായം, ജലസേചന പമ്പ് സെറ്റ്, ജലസേചന കിണർ, തെങ്ങ് കയറ്റ മെഷീന് വിതരണം, കുമ്മായ വിതരണം, രോഗം വന്ന തെങ്ങ് മുറിച്ചു മാറ്റി പകരം തൈ നടൽ, ഇടവിള കൃഷി എന്നീ പദ്ധതികളാണ് നടപ്പിലാക്കിയത്. 1,633 ഗുണഭോക്താക്കളുടെ 43,750 തെങ്ങുകൾക്കാണ് ഈ പദ്ധതി മുഖേന സഹായം ലഭിച്ചത്. പാർപ്പിട മേഖലയിൽ ലൈഫ് ഭവന പദ്ധതിയിൽ 1,24,00,000 രൂപയാണ് ചെലവഴിച്ചത്. വീട് റിപ്പയറിംഗ്, ജനറൽ SC വിഭാഗങ്ങളിലായി 1,32,00,000 രൂപയാണ് പഞ്ചായത്ത് ചെലവഴിച്ചത്. പഞ്ചായത്തിനെ സമ്പൂർണ്ണ ശുചിത്വമാക്കുന്നതിനായി 10 ലക്ഷം രൂപയുടെ ടോയ്ലറ്റുകൾ നിർമ്മിക്കുന്നതിനും ഗ്രാമപഞ്ചായത്ത് ചെലവഴിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖല, അലോപ്പതി, ആയുർവേദം, ഹോമിയോ മേഖലകളിലായി 55 ലക്ഷം രൂപയാണ് ചെലവഴിച്ചത്. എല്ലാ വർഷവും പരിരക്ഷാ പദ്ധതികൾ നടപ്പിലാക്കി പരിരക്ഷാ സംഗമങ്ങൾ നടത്തി 41 ലക്ഷം രൂപയാണ് പരിരക്ഷയ്ക്കായി മാറ്റിവെച്ചത്. പരിരക്ഷയുടെ ഭാഗമായി അതിൽ അർഹതപ്പെട്ട രോഗികൾക്കുള്ള മരുന്ന്, അവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും, ഹോം കെയർ അടക്കം എല്ലാ പദ്ധതികളും അതിൽ നടപ്പിലാക്കി പോരുന്നുണ്ട്. വർഷത്തിൽ അവരുടെ സംഗമങ്ങൾ നടത്തുന്നതിനും ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വരികയാണ്. ആരോഗ്യ മേഖലയിൽ മലപ്പുറം ജില്ലയിലെ മോഡൽ ഹോസ്പിറ്റലായി നമ്മുടെ പഞ്ചായത്തിലെ ആയുർവേദ ഹോസ്പിറ്റലിനും ഹോമിയോ ഹോസ്പിറ്റൽ ഓമാനൂരിനുമൊക്കെ അംഗീകാരം കിട്ടിയത് വലിയൊരു നേട്ടമായാണ് ഞാൻ കണക്കിലാക്കുന്നത്. ഈ മേഖലകളിൽ അലോപ്പതി, ആയുർവേദം, ഹോമിയോ മേഖലകളിലായി ഈ കഴിഞ്ഞ 5 സാമ്പത്തിക വർഷത്തിനുള്ളിൽ 58 ലക്ഷം രൂപയുടെ മരുന്നിനു വേണ്ടിയുള്ള സഹായങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് കൊടുത്തത്. എല്ലാ വർഷവും പരിരക്ഷാ സംഗമങ്ങൾ നടത്തി അവർക്ക് ആവശ്യമായ മരുന്നോ മറ്റു സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് 41 ലക്ഷം രൂപയാണ് ഈ കാലാവധിക്കുള്ളിൽ ഗ്രാമപഞ്ചായത്ത് ചെലവഴിച്ചത്. പ്രളയബാധിത പ്രദേശങ്ങളിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നതിനും ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. ഓമാനൂർ CHCക്ക് വീതം നൽകുന്നതടക്കം ഹോമിയോ ആസ്പത്രി നവീകരണം, ടോയ്ലറ്റ് നിർമ്മാണം, അതുപോലെ തന്നെ ആയുർവേദ ആസ്പത്രിയുടെ മെയിൻ്റനൻസ്, ടോയ്ലറ്റ് നിർമ്മാണം അടക്കം ഒട്ടനവധി വർക്കുകളും ചെയ്യുവാൻ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പഞ്ചായത്ത് ഓഫീസ് കെട്ടിട നിർമ്മാണം,
ISO അംഗീകാരം നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു എന്ന് മാത്രമല്ല, കാലപ്പഴക്കം കൊണ്ട് പഴയ ഒരു കെട്ടിടത്തിലായിരുന്ന ഓഫീസ് പുതുക്കി പണിയുന്നതിന് 1,39,00,000 രൂപയാണ് ചെലവഴിച്ചത്. എല്ലാ അത്യാധുനിക സൗകര്യത്തോടു കൂടി സോളാർ സംവിധാനം, ഫർണിച്ചർ അടക്കം 1,39,00,000 ചെലവഴിച്ചുകൊണ്ട് അതിമനോഹരമായ ഒരു കെട്ടിടം നിർമ്മിക്കാനും സാധിച്ചു. 2019 ജനുവരിയിൽ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നമ്മുടെ പാർലമെൻറ്റ് MP കുഞ്ഞാലി സാഹിബാണ് നിർവഹിച്ചത്. ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിന് വേണ്ടി ഭിന്നശേഷിക്കാർക്ക് സർക്കാർ നിർദ്ദേശിച്ച മുഴുവൻ കാശും ഈ കാലാവധിക്കുള്ളിൽ കൊടുക്കുവാനും ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ബഡ്സ് സ്കൂള്, പൊന്നാട് ബഡ്സ് സ്കൂള് നിർമ്മിക്കുകയും അതിൻ്റെ തുടർ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി 2 ഘട്ടങ്ങളിലായി അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ നൽകുന്നതിന് വേണ്ടി സാധിച്ചു. 3-ാം ഘട്ടം വരും നാളുകളിൽ കൊടുക്കുന്നതിനുള്ള പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. ഭിന്നശേഷി സ്കോളർഷിപ്പ്, ബഡ്സ് സ്കൂള്, ഭിന്നശേഷി കലോത്സവം, ഉപകരണം വാങ്ങൽ എന്നീ ഈ മേഖലയിൽ മികച്ച പദ്ധതികളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയത്. സ്കോളർഷിപ്പ് മാത്രമായി 1,98,950,000 രൂപ ചെലവഴിക്കാനും സാധിച്ചു. ബഡ്സ് സ്കൂൾ നിർമ്മാണത്തിന് 27 ലക്ഷം രൂപയും ഉപകരണം വാങ്ങുന്നതിന് 8 ലക്ഷം രൂപയും ചെലവഴിച്ചു. ഈ മേഖലകളിൽ, ഭിന്നശേഷി മേഖലകളിൽ 1,44,85,950 രൂപയാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഗ്രാമപഞ്ചായത്ത് ചെലവഴിച്ചത്. പട്ടികജാതി വികസനം, പട്ടികജാതിക്കാരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഒട്ടനവധി പദ്ധതികളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയത്. നമുക്കറിയാം, 4-ാം ക്ലാസ്സിലെയും 7-ാം ക്ലാസ്സിലെയും കുട്ടികൾക്ക് അവർക്കാവശ്യമായ പഠനോപകരണങ്ങൾ നൽകുന്നതിനും ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. 8ഉം 9ഉം 10ഉം ക്ലാസ് പഠിക്കുന്ന SC വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ കൊടുക്കുന്നതിന് വേണ്ടിയും, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പും ലാപ്ടോപ്പും കൊടുക്കുവാനും ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. SC കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്ക്, സോളാർ ലൈറ്റുകൾ, അതുപോലെ തന്നെ കട്ടിലുകൾ നൽകുന്നതിനും ഗ്രാമപഞ്ചായത്ത് സാധിച്ചിട്ടുണ്ട്. SC കുടിവെള്ള പദ്ധതിയും ഊന്നൽ നൽകിക്കൊണ്ടുള്ള പുളിക്കൽ കണ്ടി കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നതിനും ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ SC റോഡുകൾ, നടപ്പാലങ്ങൾ, പൊതുകിണറുകൾ, 15-ാം വാർഡിലെ കുന്നുമലപ്പുറായി ശ്മശാനത്തിന് അടക്കം, ചുറ്റുമതിലടക്കം പദ്ധതിയിൽ ഫണ്ട് നീക്കിവെക്കുവാനും ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. കൂടാതെ SC വിവാഹ ധനസഹായം നൽകുന്നതിനും ഗ്രാമപഞ്ചായത്തിന് പദ്ധതി ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട്. പട്ടികജാതിക്കാരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി നിരവധി പദ്ധതികളാണ് ഈ ഭരണസമിതി നടപ്പിലാക്കിയത്. പട്ടികജാതി വിവാഹ ധനസഹായത്തിന് 60,25,000 രൂപയും, SC വിദ്യാർത്ഥികൾക്ക് ഫർണിച്ചർ, സൈക്കിൾ, ലാപ്ടോപ്പ്, സ്കോളർഷിപ്പ് എന്നിവയ്ക്കായി 51,35,000 രൂപയും, SC റോഡ്, ശ്മശാനം, സംരക്ഷണ ഭിത്തി, നടപ്പാലങ്ങൾ എന്നിവയ്ക്കായി 81 ലക്ഷം രൂപയും, SC കുടിവെള്ള പദ്ധതി, മെയിൻ്റനൻസ് എന്നിവയ്ക്കായി 39 ലക്ഷം രൂപയും ചെലവഴിക്കുവാനും ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു. കൂടാതെ SC വീട് റിപ്പയർ, വാട്ടർ ടാങ്ക്, ആട്, കോഴി, പശു വിതരണം, റാന്തൽ, കട്ടിൽ എന്നിവ SC വിഭാഗങ്ങൾക്ക് നൽകുന്നതിനും ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. ചീക്കോട് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ നീട്ടൽ, കുടിവെള്ള വിതരണം, പൊതുകിണർ, പുളിക്കൽ കണ്ടി SC കുടിവെള്ള പദ്ധതി, ജലജീവൻ മിഷൻ വീതം നൽകൽ, പൊതുകിണറുകൾക്ക് നെറ്റ് സ്ഥാപിക്കൽ, കുടിവെള്ള പദ്ധതികളുടെ റിപ്പയർ അടക്കം 1,11,43,000 രൂപ ചെലവഴിക്കാൻ സാധിച്ചു. ഈ കാലാവധിക്കുള്ളിൽ നമുക്കറിയാം, ചീക്കോട് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി 5 കോടിയുടെ പദ്ധതികളാണ് MLAയുടെ ശ്രമഫലമായി സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ലഭിച്ചത്. അതിൻ്റെ എല്ലാ നടപടികളും സ്വീകരിച്ചുകൊണ്ട് ചീക്കോട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും, കുടിവെള്ളം എത്തിക്കാത്ത എല്ലാ റോഡുകളും അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറായി പോയിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവൃത്തിക്ക് അടുത്ത് തന്നെ തുടക്കം കുറിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. ആശ്രയ പദ്ധതി, നിരാശ്രയ കുടുംബങ്ങളെ സഹായിക്കുന്നതിന് പഞ്ചായത്തിൽ ആശ്രയ പദ്ധതി നടപ്പിലാക്കി. വീട് നിർമ്മാണം, വീട് റിപ്പയർ, വിദ്യാഭ്യാസം, മരുന്ന് വാങ്ങൽ, ഭക്ഷണം കിറ്റ്,
എന്നിവക്കായി പഞ്ചായത്ത് 50,50,000 രൂപയാണ് ചെലവഴിച്ചത്. കുടുംബശ്രീ ചലഞ്ച് ഫണ്ടിൽ നിന്നാണ് ബാക്കിയുള്ള സംഖ്യ കണ്ടെത്തുന്നത്. ഗ്രീൻ ചീക്കോട് ക്ലീൻ ചീക്കോട് ഗ്രീൻ ചീക്കോട് പദ്ധതിയുടെ ഭാഗമായി ഈ ബോർഡിൻ്റെ കാലാവധിക്കുള്ളിൽ 15,000 തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. ക്ലീൻ ചീക്കോട് പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിൽ അടഞ്ഞുകൂടിയ ജൈവ അജൈവ മാലിന്യങ്ങൾ സംസ്കരണത്തിനായി കയറ്റി അയച്ചു. MCF നിർമ്മാണത്തിന് 6 ലക്ഷം രൂപ 2021 സാമ്പത്തിക വർഷത്തിൽ വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ വിവിധ സ്കൂളുകൾക്ക് വേസ്റ്റ് കളക്ഷൻ നൽകാനും സാധിച്ചിട്ടുണ്ട്. വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് മിനി MCF നിർമ്മിക്കുന്നതിനും സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീടുകളിൽ ബയോഗ്യാസ് പദ്ധതി നടപ്പിലാക്കുവാൻ എല്ലാ ഗുണഭോക്താക്കൾക്കും കൊടുക്കുന്നതിനും 2021 സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിൻ്റെ ശുചിത്വ അവാർഡുകൾ ഈ സമയങ്ങളിൽ നേടുന്നതിനും ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. MRF മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റി സെൻ്ററിന് താൽക്കാലികമായി കെട്ടിടത്തിൽ പ്രവർത്തിച്ചു പോരുന്നുമുണ്ട്. വലിയൊരു കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായ പദ്ധതികളാണ് ഈ സാമ്പത്തിക വർഷത്തിൽ ഗ്രാമപഞ്ചായത്ത് നീക്കിവെച്ചത്. വിദ്യാഭ്യാസ രംഗത്ത് നിരവധി പദ്ധതികളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയത്. വിവിധ സർക്കാർ സ്കൂളുകൾക്ക് കെട്ടിട സംരക്ഷണ ഭിത്തി, സ്ഥലം വാങ്ങൽ, പാചകമുറി, ടോയ്ലറ്റ്, ഫർണിച്ചർ, വൈദ്യുതീകരണം, ഇൻ്റർലോക്ക്, പാചകപാത്രങ്ങൾ, ബേബി ചെയർ, വാട്ടർ പ്യൂരിഫയർ, വേസ്റ്റ് ബിൻ എന്നിവക്കായി 1,11,00,000 രൂപയാണ് ചെലവഴിച്ചത്. SSA വിഹിതം 1,12,00,000 രൂപ അടക്കം 2,23,00,000 രൂപയാണ് വിദ്യാഭ്യാസ മേഖലകളിൽ ചെലവഴിച്ചത്. ഈ ഒരു സമയത്ത് നമുക്കറിയാം, നമ്മുടെ പ്രധാന പഞ്ചായത്തിലെ UP സ്കൂൾ, പ്രധാന ഗവൺമെൻറ് UP സ്കൂൾ ചീക്കോട് UP സ്കൂളിന് MLAയുടെ ശ്രമഫലമായി 2,75,00,000 രൂപയുടെ നിർമ്മാണ പ്രവൃത്തിയാണ് ചീക്കോട് സ്കൂൾ കെട്ടിടത്തിന് നീക്കിവെച്ചത്. അതിൻ്റെ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ MLAയെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. കായിക രംഗത്ത് പ്രോത്സാഹനം നൽകുന്നതിനായി നമ്മുടെ പഞ്ചായത്തിലെ 2 സ്റ്റേഡിയങ്ങൾക്ക് നിരവധി തവണ ഫണ്ട് അനുവദിക്കുകയുണ്ടായി. എളങ്കാവ് മിനി സ്റ്റേഡിയത്തിനും അതുപോലെ ചീക്കോട് കോലത്തുകുന്ന് മിനി സ്റ്റേഡിയത്തിനൊക്കെ ഫണ്ട് അനുവദിക്കുകയുണ്ടായി. അംഗീകൃത ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്യുവാനും ഈ ഭരണ കാലാവധിക്കുള്ളിൽ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളോത്സവത്തിൻ്റെ ഭാഗമായി നടന്ന അരീക്കോട് ബ്ലോക്ക് മത്സരത്തിൽ 2 തവണ അരീക്കോട് ബ്ലോക്കിൽ 1ാം സ്ഥാനം ലഭിക്കുവാനും ചീക്കോട് ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു. വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രം, സാംസ്കാരിക കേന്ദ്രം, വാർഡ് സേവാ കേന്ദ്രം എന്നിവക്കായി 24,20,000 രൂപയാണ് ചെലവഴിച്ചത്. കൂടാതെ വൃദ്ധജനങ്ങൾക്ക് കട്ടിൽ, അൾമറ, ബാലസഭ, തുല്യതാ പരീക്ഷ, ജാഗ്രതാ സമിതി, ഐക്യം വീതം, കുടുംബശ്രീ, വിപണനമേള, ഓണം കൃഷി, ചന്ത, പ്രളയത്തെ രക്ഷാപ്രവർത്തനത്തിൽ പ്രവർത്തകരെ ആദരിക്കൽ, വിവിധ മേഖലകളിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കൽ തുടങ്ങിയ ചടങ്ങുകളും ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തോട് സൈഡ് കെട്ടൽ, ഗ്രൗണ്ട് നിർമ്മാണം, കോൺക്രീറ്റ് അടക്കം 1,28,50,000 രൂപയും ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട്. പൊതു മെറ്റീരിയൽ വർക്കുകളുടെ കൂടാതെ 169 കുടിവെള്ള കിണറുകൾ, കോഴിക്കോട്, ആട്ടിൻകൂട്, തൊയ്ത്ത് നിർമ്മാണം, കമ്പോസ്റ്റ്, വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളെ മിനി MCF എന്നിവ നടപ്പിലാക്കുവാനും ഗ്രാമപഞ്ചായത്ത് സാധിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിൽ ഒന്നും കൂടി സൂചിപ്പിക്കാനുള്ളത്, കാർഷിക മേഖലയിൽ 14 കുളങ്ങളുടെ നവീകരണ പ്രവർത്തനം നടത്തുവാനും ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വികസനം കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ കഴിഞ്ഞു പോയ 5 വർഷക്കാലം. ഒരുപാട് നേട്ടങ്ങൾ, ഇപ്പോൾ ധാരാളം കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു സമയത്തിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറയാനും ഒരുപക്ഷെ പ്രയാസം ഉണ്ടാവും. ഏതായിരുന്നാലും സാധാരണക്കാരായ ഞങ്ങളൊക്കെ അഭിമാനിക്കുകയാണ്. കാരണം നല്ല പുരോഗതി ഉണ്ടായ, നല്ല മാറ്റങ്ങളും നല്ല നേട്ടങ്ങളും ഉണ്ടായ ഒരു 5 വർഷക്കാലമാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. ഈ ഒരു സന്തോഷവേളയിൽ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും നേരുകയാണ്. നമ്മുടെ വോട്ടർമാരോട്, നമ്മുടെ സാധാരണക്കാരായ നിങ്ങളുടെ കൂടെ നിന്ന ധാരാളം ആളുകളുണ്ട്, അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഈ അവസരത്തിൽ നന്ദി പറയുന്നതിന് മുമ്പ് നമ്മുടെ പഞ്ചായത്തിലെ വികസന കാര്യങ്ങളിൽ നമ്മോട് നിൽക്കുന്ന ജനപ്രതിനിധികളോട്, നമ്മുടെ മലപ്പുറം MP PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് വികസന കാര്യങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിലെ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും പശ്ചാത്തല മേഖലയിലും കുടിവെള്ള മേഖലയിലുമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളിൽ നിന്ന് ഒരുത്തനായി പ്രവർത്തിക്കുന്ന TV ഇബ്രാഹിം സാഹിബ്,
ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് PV മനാഫ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷെരീഫ, ബ്ലോക്ക് മെമ്പർ സാജിദ, അതോടൊപ്പം എൻ്റെ സഹപ്രവർത്തകരായ വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മെമ്പർമാർ, എല്ലാ മെമ്പർമാരും, അതുപോലെ പഞ്ചായത്തിലെ സ്റ്റാഫ്, ഇംപ്ലിമെൻ്റ് ഓഫീസർമാർ, ആരോഗ്യ പ്രവർത്തകർ, ക്ലബ്ബ് ഭാരവാഹികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, യുവജന സംഘടനകൾ, മതസംഘടനകൾ, കുടുംബശ്രീ, ആശാ വർക്കർമാർ തുടങ്ങിയവരോട് പ്രത്യേകമായി നന്ദി പറയേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ കാലാവധിക്കുള്ളിൽ ജാതിഭേദമന്യേ ഞങ്ങളുടെ ബോർഡുമായി സഹകരിച്ച എല്ലാ പൊതുജനങ്ങളോടും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.